ഇറാൻ ആക്രമണ ശ്രമത്തിന് പിന്നാലെ ബഹ്റൈനിൽ ജാഗ്രതാ നിർദ്ദേശം വന്നു. ഞാനത് നേരത്തെ പറഞ്ഞു. ബഹ്റൈനിൽ ഇപ്പോൾ അപായ സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട് എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ദുബായിൽ നിന്ന് മുഹമ്മദ് റഗീസ് കൂടി നമുക്കൊപ്പം ചേരുന്ന വിവരങ്ങളുമായി. റഗീസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എന്താ വിവരങ്ങൾ പറയൂ. SKN കഴിഞ്ഞ 3 മണിക്കൂറിനിടെ ഇതിപ്പോൾ 2ാം തവണയാണ് ബഹ്റൈനിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപായ സൈറൺ മുഴങ്ങിയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം കാര്യമായി രാവിലെ ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായിരുന്നില്ല. ബഹ്റൈനിൽ നേരത്തെ ഈ ആക്രമണത്തിന്റെ തോത് കുറയുകയും ചെയ്തിരുന്നു. ഒരു സമയത്ത് ഇറാൻ കൂടുതലായി ആക്രമിച്ചത് ബഹ്റൈനെ ആയിരുന്നു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വീണ്ടും ആക്രമണം തുടങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു 3 മണിക്കൂർ മുൻപും ഇത്തരത്തിലൊരു അലേർട്ട് വരികയും ഈ സൈറൺ മുഴങ്ങുകയും ആളുകളൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകുകയും ചെയ്തു. അതിന് പിന്നാലെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുൻപാണ് ബഹ്റൈനിൽ 2ാമത്തെ അപായ സൈറൺ മുഴങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആളുകൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രതിരോധ സേന കൃത്യമായി ഇടപെടുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഓക്കെ റഗീസെ, പോകരുത്. ഒരു കാര്യം കൂടി, ഒമാനിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ വാദി ബനി ഖാലിദിൽ അപകടത്തിലൊരു പ്രവാസി മലയാളി മരിച്ചു എന്ന വിവരം ലഭിക്കുന്നുണ്ടല്ലോ. പനയം കണ്ടച്ചിറ സ്വദേശി മഹേഷ് കുമാർ മരിച്ചു എന്നാണ് വാർത്ത. അതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? SKN കഴിഞ്ഞ ദിവസം ഈ ഒമാനിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ വാദി ബനി ഖാലിദ് സന്ദർശിക്കാനാണ് ഇദ്ദേഹം പോയിരുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതായത് കൊല്ലം പെരിനാട് കണ്ടച്ചിറ കീർത്തന ഭവനിൽ വടക്കേക്കര ജനാർദ്ദനൻ പിള്ളയുടെ മകൻ മഹേഷ് കുമാർ. ഇയാൾക്ക് 50 വയസ്സുണ്ട്. അപ്പോൾ ഇയാൾ ഇന്നലെ ഈ ഒമാനിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ വാദി ബനി ഖാലിദിലെത്തി. ഇന്നലെ ഒമാനിലെ പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യം നമുക്കറിയാം. കാരണം മിന്നൽ പ്രളയമൊക്കെ ഉണ്ടായി. 2 മലയാളികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. അതിന് പിന്നാലെ 9 പേർക്ക് കുട്ടികളടക്കം മരിച്ചു. അപ്പോൾ അതിനോട് ചേർത്താണ് ഈ ഒരു വിവരം വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഈ മഴക്കെടുതി മൂലമുണ്ടായ അപകടമാണോ എന്നതിന് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇദ്ദേഹം മരിച്ചു എന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ള ഏജൻസികൾ തന്നെ അറിയിക്കുന്നുണ്ട്. ഇന്നലെ ഉണ്ടായ ഒരു അപകടത്തിൽ നിർഭാഗ്യവശാൽ ഒരു ഇന്ത്യൻ സ്വദേശിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിച്ച വിവരം. അതിന് പിന്നാലെയാണ് ഇദ്ദേഹം മലയാളിയാണെന്നും ഒപ്പം തന്നെ കൊല്ലം പെരിനാട് സ്വദേശിയാണെന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും മഹേഷ് കുമാർ 50 വയസ്സ്, ഇയാളാണ് മരിച്ചിരിക്കുന്നത്. നിലവിൽ ഇബ്ര ആശുപത്രി മോർച്ചറിയിൽ ആണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. തുടർ നടപടികൾ നടത്തി വരുന്നതായിട്ടുമാണ് അറിയിക്കുന്നത്. ഇന്നലെ മരിച്ച 2 മലയാളികളിൽ പുരുഷന്റെ മൃതദേഹം ഇന്ന് എന്തായാലും പുലർച്ചയോടുകൂടി നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളൊക്കെയും നടക്കും, ഇന്ന് പുലർച്ചെ തന്നെ നടക്കും എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മറിച്ച് നേരത്തെ മരിച്ച ഒരു സ്ത്രീ അവരുടെ തൊട്ടടുത്ത ബന്ധുവിനെയാണ് കാണാതായിരിക്കുന്ന ഒരു മലയാളി. അപ്പോൾ ആ ബന്ധുവിനെ കൂടി കണ്ടെത്തിയതിനു ശേഷമായിരിക്കും ആ ഒരു മൃതദേഹം, ആ യുവതിയുടെ മൃതദേഹം എന്ത് ചെയ്യണം, എപ്പോഴായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിലൊരു തീരുമാനമാവുക. എന്തായാലും ദൗർഭാഗ്യവശാൽ അടുത്തടുത്ത ദിവസങ്ങളായി 3 മലയാളികൾക്കാണ് SKN ഒമാനിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.